വെരി ഗുഡ് വെരി ഗുഡ്. ഇതാ വെള്ളം ഒഴിച്ച് നല്ലോണം കിട്ടോ. നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ എനിക്ക് രാവിലത്തെ എന്ന് പറഞ്ഞാൽ എണീറ്റ് തുടങ്ങിയൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നിസ്കാരം കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് ഒരു തിരക്കായിരിക്കും. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇടാ പുറത്തിറങ്ങി മുറ്റടിച്ച് വരാട്ടോ. മുമ്പൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഞാൻ എണീറ്റ് ഉടനെ കുളിക്കുകയാണ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ എണീറ്റ് ഉടനെ കുളിക്കുകയല്ലേ ചെയ്യുക. മുറ്റൊക്കെ അടിച്ചു വാരി റൊട്ടീൻ കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട് കുറച്ചായിട്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ റൊട്ടീൻ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ബുബുക്കുട്ടനും ഉണ്ടാവും കേട്ടോ എൻ്റെ കൂടെ യാമിക്കുട്ടി ഒന്നും ഇല്ലാത്ത നേരത്തെ ഇത് നമ്മൾ മീ ടൈം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഞങ്ങളുടെ ടൈമാണ് ഇതില്ലേ ബുബുക്കുട്ട. ഇത് ഞങ്ങളുടെ ടൈമാണ്. ഇപ്പോൾ രാവിലെ എണീറ്റാൽ ഇതാ ആ മലയ്ക്ക് അവിടെയാണ് ഗോപാലേട്ടൻ്റെ കടലുള്ളത് കേട്ടോ. ബുബുക്കുട്ട എനിക്ക് ഇറങ്ങാനിറങ്ങി, ഞാനും അടിച്ചു വരാനിറങ്ങി. നീച്ചുടനെ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് മുറ്റടിച്ചോല് കഴിഞ്ഞിട്ടാണ് ചായ. സ്വസ്ഥായിരുന്നിട്ടൊരു ചായ കൂടി. നമ്മൾ മീ ടൈം എന്നൊക്കെ പറയില്ലേ, എൻ്റെ മീ ടൈം ഇതാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ അങ്ങനെ വീട് വൃത്തിയാക്കലാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ രാവിലെ എണീക്കുക, മുറ്റടിച്ചു വാരുക. എപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് ഈ ആമിക്കുട്ടിയുടെ റൊട്ടീൻസ് കാണിക്കുമോ, എൻ്റെ റൊട്ടീൻസ് സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ സ്കിൻ കെയർ കാണിക്കാറുണ്ടല്ലോ എന്നൊക്കെ കേട്ടോ. ഈ റൊട്ടീനായിട്ട് ഞാൻ ചെയ്യണത് ഓർഡർ പ്രകാരം ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴുത്തിൽ കറുപ്പ് നിറമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡെർമഡോക്കിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് പരിചയപ്പെടുത്തി തന്നിരുന്നല്ലോ. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ, കഴുത്തിലെ കറുപ്പും അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നോട് ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ഉപയോഗിച്ചിട്ട് പോകണില്ല, നല്ല ഭയങ്കര കറുപ്പാണ് എന്നൊക്കെ കേട്ടോ. അതുപോലെയൊക്കെ കറുപ്പ് കളറും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഡെർമഡോക്കിൻ്റെ തന്നെ ബോഡി ബ്രൈറ്റനിങ് റോൾ ഓൺ ഉണ്ട് കേട്ടോ. ഇതായതാണത്. ഇതിലിതാ 5% ഗ്ലൈക്കോളിക് ആസിഡും 2% ലാക്റ്റിക് ആസിഡും 2% മെലാസീറോയും ആണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവർക്ക് രാവിലെ രാത്രിയും ഇത് 2 നേരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. സാധാരണ ഒരു പിഗ്മെന്റേഷൻ ആണെങ്കിൽ നമുക്ക് ഗ്ലൈക്കോളിക് അണ്ടർ ആം സ്പ്രേ യൂസ് ചെയ്താൽ മതി. പക്ഷേ കടുത്ത പിഗ്മെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കിൻ ബ്രൈറ്റനിങ് റോൾ ഓൺ തന്നെ യൂസ് ചെയ്യണം. എന്തായാലും ഇതാ അതുപോലെ നല്ല റിസൾട്ട് കിട്ടും. ഇത് ക്ലെയിം ടെസ്റ്റ് പാസ്സായതും കൂടിയാണ് കേട്ടോ. നമ്മളെ കൈമുട്ടില്, കാൽമുട്ടില്, അതുപോലെ അണ്ടർ ആംസില് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഡെർമഡോക്കിന്റെ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് റോൾ ഓൺ. പിന്നെ ഇത് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ്. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ ഇങ്ങനെ അബ്സോർവ് ആയി പോകും കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ. purple.com മാത്രമാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ പുട്ടും പയറുകറി ഉണ്ടാക്കണം. ആ പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുട്ടുപൊടിക്കുള്ളതാ നനച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ യാമിക്കുട്ടി വിൽക്കുമ്പോഴത്തേനും യാമിക്കുട്ടിയൊക്കെ ഞാൻ കല്ലുമ്മലാണ് കേട്ടോ തിരുമ്പുക. അപ്പോൾ നല്ല ഡ്രസ്സുകൾ കേടാറുണ്ടാച്ചിട്ടും പിന്നെ നമ്മൾ കല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു ജീവല്ലാത്ത പോലെ കിടക്കുമല്ലോ. പിന്നെ കുറച്ച് നേരം വൈകിട്ടുണ്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇതാക്കി നടക്കില്ല. മറ്റേത് മുന്നും നോക്കാതെ നമ്മൾ പണികളിങ്ങനെ പെട്ടെന്ന് കഴിയും. ഇതിപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് നീക്കുവക്കാരെ കുറച്ച് ഡ്രസ്സ് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു കുറച്ച് ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടെങ്കിൽ തിരുമ്പും വേണം. അതുപോലെ പിന്നെ കേടുവരും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈകൊണ്ട് തിരുമ്പലാണ് കേട്ടോ.
എനിക്കിതുപോലെ ഇങ്ങനെ നേരത്തെ എണീറ്റ് അടുക്കും ചുറ്റും പോലെ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു ലൈഫാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ക്ഷീണം കുഴക്കെന്നൊക്കെ പറഞ്ഞ് കിടക്കും നീക്കും, രാവിലെ നേരത്തെ നീക്കാൻ കഴിയൂല, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടും എനിക്ക് ആ ഒരു ശീലം അങ്ങോട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഓരോ ദിവസവും ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ റൊട്ടീനിക്ക് ഇങ്ങോട്ട് എത്തിക്കിട്ടി. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ബുബുക്കുട്ടനതാ ഞാൻ തിരുമ്പടം നോക്കിയിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. കുളിക്കണ സോപ്പോ ഷാമ്പോ ഒക്കെ വെച്ചിട്ടോ അമ്മിക്കുട്ടിയുടെ ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ഹാൻഡ് വാഷാണ്. കയ്യിനും കേടാവും, പിന്നെ നല്ല മണമൊക്കെ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ റൊട്ടീനൊന്നും അങ്ങോട്ട് ശരിയാവണില്ല. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഞാൻ മനസ്സിലാക്കി, ഞാനും കുട്ടി ഉറങ്ങുന്ന സമയമൊക്കെ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നേരത്തെ നീക്കൽ നിർബന്ധമാണെന്ന് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം എന്തായാലും 1-2 മാസമായിട്ട് എനിക്ക് നേരത്തെ നീക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി അത് പോകില്ല, കാരണം ഇതിൻ്റെ പണ്ടേ ഉള്ളൊരു ശീലങ്ങളാണ്. പമ്പേഴ്സിൻ്റെ പരിപാടി. ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുക, കാരണം ആകെ ഒരു പമ്പേഴ്സുള്ളൂ കേട്ടോ. ഇത് ഇന്നലെ ഉപ്പിട്ട് വെള്ളമാക്കിയ പമ്പേഴ്സ്. അപ്പോൾ ഇത് ഞാൻ അവിടെ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഉപയോഗിച്ച ഡയപ്പറൊക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതാ ഇതിൽ കല്ലുപ്പുണ്ട്, പിന്നെ ഇതാ ഇങ്ങനൊരു ബക്കറ്റ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരു കത്തിരിക്കുണ്ട്. അത് ഈ സെറ്റപ്പ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയ കാരണം ഞങ്ങൾക്ക് ആകെ ഒരു പമ്പേഴ്സ് പോയിട്ട് ഞങ്ങൾ പമ്പേഴ്സ് വഴിയിൽ നിന്ന് ഒരെണ്ണം മാറ്റി. ആ മാറ്റിയത് എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല, ഇനി പോയിട്ട് എടുക്കണം. വണ്ടിയിൽ നിന്ന് മാറ്റിയത് വണ്ടിയിൽ തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. പുറത്തിട്ടിട്ടില്ല കേട്ടോ. ഇത് ആ വെള്ളം ഒഴിച്ച് നല്ലോണം വീർപ്പിക്കും കേട്ടോ. വീർപ്പിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പഞ്ഞി ഉണ്ടാവും. ആ പഞ്ഞി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത് പോരാത്ത വിധത്തിൽ നമ്മളിത് എടുത്താൽ മതി. പഞ്ഞി അല്ലെങ്കിൽ ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കും. പഞ്ഞി തട്ടിപ്പോകുമല്ലോ. തിരിച്ചിട്ടിട്ട് ഇങ്ങനെ കൊടുക്കും. ഡെയിലി നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പമ്പേഴ്സ് അങ്ങനെ കുന്നു കൂടില്ല. ഡെയിലി 1-2 ഉണ്ടാവുള്ളൂ. ഈ തൊലി ഞാൻ ഈ വെള്ളത്തിലിട്ട് കഴുകി പിന്നെ ഇപ്പോൾ നാളെ ആകുമ്പോഴത്തേനും വെള്ളമായിട്ടുണ്ടാവും. അവസാനമായിട്ട് ഇതാ കിച്ചൺ ടവൽ ഞാൻ കല്ലുമ്മേൻ്റെ കഴുകലാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാനിത് കിച്ചൺ ടവൽ കൂട്ടി വെക്കുക ചെയ്യുക, എന്നിട്ട് ഒന്നായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുക ചെയ്യുക. അപ്പോൾ നല്ല മെഴുക്ക് പോണ പോലെ തോന്നും. പക്ഷേ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം തിരുമ്പിയാലും മെഴുക്ക് പോവും. ഇതൊക്കെ ഞാൻ ഇന്നലെ തിരുമ്പി ഉണക്കിയതാട്ടോ. ഇനി വേഗം കുളിക്കട്ടെ. ഞാൻ എണ്ണ തേപ്പ് സാധാരണ ഈ സമയത്താണ് ഞാൻ ഈ സിറ്റൗട്ട് കൊണ്ട് തുടച്ചിടൽ കേട്ടോ. പക്ഷെ ഇന്ന് നല്ല നേരം വരികയാണ്. 1 മണിക്കൂറൊക്കെ ബാക്കിലേക്കാണ്. അത് കാരണം ഞാനിപ്പോൾ ഇന്ന് തുടക്കണില്ല. ഇന്ന് ജസ്റ്റ് അടിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് അടിച്ചു വരണം. അപ്പോൾ അതേപോലെ തന്നെ എണ്ണ തേക്കലും അതെട്ടോ. ഞാൻ നിസ്കാരം കഴിഞ്ഞേക്ക് എണ്ണ തലയിൽ തേച്ചിട്ട് ഉണ്ടൊക്കെ ഇട്ടിട്ടാണ് അടിച്ചു വരൽ. ഇങ്ങനെ ഷാൾ ഇട്ടിട്ട് കവർ ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഷാൾ ഇട്ട് കഴിഞ്ഞാൽ നീരിറങ്ങുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് എണ്ണ വെച്ചിട്ടില്ല. അതേപോലെ മുഖത്തും കയ്യുമേയും കാലുമൊക്കെ ഇത് ഞങ്ങളെ ജെമീസ് ഓയിലാണ് കേട്ടോ. ഞാൻ പറയാറില്ല എനിക്ക് ജെമീസ് ഓയിൽ ഇതാ വലിയ കുപ്പിയിലാണ് കിട്ടാറുണ്ട്. അതേപോലെ കാച്ചെണ്ണി വലിയ ഇതേപോലത്തെ കുപ്പിയിലാണ്, അത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാ ഇവിടെയുള്ള സ്റ്റോക്കിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ. മെച്ചിൻ്റെ ഓയിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, തലൊക്കെ ചൊറിയൂല ചിലവർക്ക്, അതേപോലെ താരന്, മുടി കൊഴിച്ചല് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു ബോട്ടിൽ 200 രൂപയുണ്ട്. അതേപോലെ കൊറിയർ ചാർജ് ഒന്നുമില്ല. നിങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കി. എന്തായാലും മുടിയുടെ പ്രശ്നങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇവിടെ കുറേ കുഞ്ഞു മുടികൾ വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നന്നായി എണ്ണ തേക്കൽ തുടങ്ങിയപ്പോൾ എനിക്ക് മുടി കിളിർത്തതാണ് കേട്ടോ. അതൊക്കെ അല്ലാതെ ഈ സമയത്ത് വെട്ടിയിട്ടതല്ല ഞാനത്. അപ്പം ഞാൻ എണ്ണ തേക്കട്ടെ. ഒരു ജാതി സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അത് നല്ല ഇതാണ്. പിന്നെ ഭയങ്കര ഉറക്കം വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ലൊരു എണ്ണയാണിത്. പിന്നെ ഇതാ മേലേക്കണ ഞാൻ മെലാസേക്കണം തേച്ച് കുളിക്കട്ടോ. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഡ്രസ്സിൽ കറയാവുക ഒന്നുമില്ല കേട്ടോ. എന്നാൽ സ്കിന്നൊക്കെ നന്നാവും ചെയ്യും. ഇങ്ങനത്തെ കുപ്പിയിലാകുമ്പോൾ ഇത് കാണില്ല. അതിന് ഞങ്ങൾ ചോപ്പെണ്ണാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയത്ത് കൈയൊക്കെ മൊളിഞ്ഞ് അങ്ങനെയൊക്കെ ആവില്ലേ, അങ്ങനെയൊന്നും ആവാതിരിക്കാനൊക്കെ ഈ എണ്ണ നല്ലതാണ് കേട്ടോ. കൈയൊന്നും മൊളിയേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കയ്യും കാലും മേലും മുഖവും ഒക്കെ നന്നാവാൻ ഇതാ ജെമീസ് ഓയിൽ വാങ്ങിച്ചോളുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് യൂസ് ആവും. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മച്ചിൻ്റെ വീട്ടിൽ തന്നെ അമ്മച്ചിൻ്റെ കൈപ്പുണ്യം കൂടി ചേർത്തുണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ. ഞാനിത് അമ്മച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചെയ്ത് നോക്കി നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വാങ്ങിച്ചിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ബാക്കി എണ്ണ തേപ്പൊക്കെ കുളിമുറിയിൽ പണ്ട് മുതലേ മേലാസകലം എണ്ണ വെച്ച് കുളിച്ചിട്ട് ശീലം. അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.
ഞാൻ കുളിച്ച് സുന്ദരിയായിട്ടോ. ഞാൻ പറയില്ല സുന്ദരി ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്ദരി ആയതുകൊണ്ടല്ല കേട്ടോ, നമ്മൾ കുളിച്ച് സുന്ദരിയാവുക അങ്ങനെയാണല്ലോ പറയുക. അങ്ങനെ പറയുന്ന ഉള്ളിൽ എവർലാസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ സുഖമാണ് കേട്ടോ, ഉണക്കിയിട്ടാലും എടുക്കാം. ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ പുറത്തു പോയ കാരണം നല്ല വൈകുന്നേരം എടുത്തിട്ടില്ല. അമ്മിക്കുട്ടിക്ക് ഇതാണ് ഞങ്ങൾ ഈ ഒരു ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് പമ്പേഴ്സ് ആവുന്നത്. ഇടയിലിടയിൽ ഞങ്ങൾ ഈ ക്ലോത്ത് ഡയപ്പർ ഇട്ട് കൊടുക്കും. വൈകുന്നേരം തുണികൾ എടുത്തിട്ട് രാത്രി തുണികൾ മടക്കിയപ്പോഴാണ് റൊട്ടീൻ കേട്ടോ. ഇന്നലെ പുറത്തു പോകുക കാരണം ഇതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് തൽക്കാലം ഇത് ഇവിടെ തന്നെ വെക്കലാട്ടോ. ഈ രാത്രി കൊണ്ടുപോയിട്ടുള്ളൂ മടക്കാം, അല്ലെങ്കിൽ ഇത് അവിടെ താഴത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൂട്ടിയിടാം. ഇപ്പം ഇത് മടക്കി വെക്കാൻ നിൽക്കാണ്ട് നേരമില്ല. കുട്ടൻ്റെ ചെറുപ്പത്തിട്ട് ഫോട്ടോ ഇതാ അമ്മക്കുട്ടിയുടെ പോലല്ലേ. ഇത് ഇന്നലെ ഉണക്കിയ പമ്പേഴ്സ് ആട്ടോ. ഇത് ഉണക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കച്ചറൊക്കെ കൊണ്ടുപോകാൻ വരൂലേ, ഓർക്ക് നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓലെ ആ ഓഫർ വെക്കുമ്പോൾ എല്ലാവരും കുറേ കഴുകാതെ വൃത്തിയാക്കാതെ ഒക്കെ ഉണ്ട് കൊടുക്കും. അപ്പോൾ ഓർക്കത് ഇടങ്ങേറാണേ. പക്ഷെ ഞങ്ങളിത് നല്ല കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കാറ് കേട്ടോ. ഓല് വരാനായി, ഒരു ബക്കറ്റ് നിറയാനായി. മുൻപ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ, പക്ഷെ ഒക്കെ നേരം വൈകിട്ട് അങ്ങോട്ട് എത്തും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേനും തീരെ സമയമില്ലാണ്ട് ആവും. നേരത്തെ നിൽക്കുമ്പോൾ നമുക്കൊരു ദിവസത്തിൽ ഒരുപാട് സമയമുള്ള പോലെ. പിന്നെ ഡ്രസ്സ് തയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും രാവിലെ കുറേ നേരം പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടും. നേരത്തെ എണീറ്റാൽ മാത്രം പോരട്ടോ, നമ്മൾ ഓരോ കാര്യങ്ങളും എപ്പോഴൊക്കെ ചെയ്യണം എന്നൊരു പ്ലാനും കൂടി ഉണ്ടാവണം. എന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഉണക്കാൻ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തുരുമ്പാടുള്ളത് വാഷിംഗ് മെഷീനിലിടാൻ കൊണ്ട് ഇങ്ങോട്ട് വരികട്ടോ ചെയ്യാം. അപ്പോൾ മുകളിൽ വാഷിംഗ് മെഷീൻ ആയാലും എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി മുകളിലേക്കൊന്ന് കയറും തുണികളെടുക്കാനും ഉണക്കാനും ഒക്കെ. അല്ലെങ്കിൽ മോളോട് ഉണ്ടാക്കിയിട്ടിട്ട് അതിക്ക് ആരും പോകില്ലല്ലോ, അങ്ങനെയും പിന്നെ നമുക്കൊരു എക്സസൈസും ആവുമല്ലോ. അപ്പോൾ നല്ലതാണ് മുകളിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി വെയ്യാണ്ടാവുന്ന കാലത്തൊക്കെ അതിനനുസരിച്ച് സിസ്റ്റം ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും വിദ്യാഭ്യാസം ഞാനേ എടുക്കുന്നതാണല്ലോ, അപ്പോൾ നമ്മളെപ്പോഴും മോളൊക്കെ കയറി ഇറങ്ങിയാൽ അതിൻ്റെ ഒരു ആരോഗ്യം കിട്ടുമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വരുന്നതിൻ്റെ മുമ്പ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഇക്ക പുട്ടുകുറ്റി വെച്ചിട്ടുണ്ട്, കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറി കട തന്നെയാണ്, പുട്ടുണ്ട് ഞാൻ നനച്ച് വെച്ചിരുന്നല്ലോ. അപ്പോൾ ഇക്ക വേഗം പുട്ടുകുറ്റിയിൽ ഇട്ടു കേട്ടോ. കറി തുമ്മിക്കാനുള്ള ഉള്ളി അരിയട്ടെ, എന്നിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കട്ടെ. അപ്പോഴത്തേന് യാമിക്കുട്ടി നീച്ചിക്കണ്. യാമിക്കുട്ടിയും മിക്കയും കൂടി സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ പിന്നെ ഇന്നലെ യാമിക്കുട്ടി നേരത്തെ ഞാൻ മുറ്റം അങ്ങനെ അടിച്ചു വരുമ്പോഴേ ഓളെ കരച്ചിൽ കേട്ടപ്പോൾ പിന്നെ ഓടിപ്പോന്നു. ആ ഓടിപ്പോരുന്ന സീന് കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതോടുകൂടി ഞാൻ നല്ല വീഡിയോ എടുക്കല നിർത്തി. അമ്മിക്കുട്ടി നല്ല കുട്ടിയായിട്ട് പതിവ് പോലെ എണീറ്റതില്ലേ അമ്മിക്കുട്ടിയെ? ബോബുക്കുട്ടനെന്താ വലിയ ആളായിട്ട് ഇങ്ങനെ മുറ്റത്ത് കൂടെ റൗണ്ട് അടിക്കുന്നുണ്ട്. ബോബുക്കുട്ടി പല്ല് കാണിച്ചിട്ട് പല്ലെവിടെ? അമ്മിക്കുട്ടിയുടെ പല്ലെവിടെ? വെരി ഗുഡ് വെരി ഗുഡ്. കണ്ണെവിടെ? കണ്ണ് 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 കണ്ണെവിടെ? അതാണ് കണ്ണ്. ചെവി എവിടെ? ചെവി ചെവി എവിടെ? ചെവി ചെവി എവിടെ? എവിടെ? വെരി ഗുഡ്. ഏതാ ചെവി? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വെരി ഗുഡ്. ഒന്നും കൂടെ ഉണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെരി ഗുഡ് വെരി ഗുഡ്. മാഷാഅല്ലാഹ്. ഇതൊക്കെയാണ് യാമിക്കുട്ടി ഇപ്പൊ പഠിച്ചിട്ടുള്ള ഐറ്റംസുകളിലെ യാമിക്കുട്ടിയെ
ഗോപാലേട്ടന്റെ കടയിൽ പോയി ചായ ഒക്കെ കുടിച്ച് ചായ കുടിക്കാനോ പോണല്ലോ. അവിടെ ചായ കുടിക്കും, പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് കൂട്ടുകാരൊക്കെ വരുമോ? അവിടെയൊക്കെ പോയി കൂട്ടുകാരൊക്കെ കണ്ട് മുണ്ടിയും പറഞ്ഞ് ഇരുന്ന് ചായ ഒക്കെ കുടിക്കാനല്ലേ? പഴയ പഴയ ആളല്ലേ, പഴയ ആളാണ്. പക്ഷെ അതിന്റെ ഒരു അഹങ്കാരമൊന്നുമില്ല. ചായ ഒക്കെ ഇങ്ങനെ കുടിച്ച് കുറച്ചേരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, അതൊരു വൈബല്ലേ. അപ്പൊ വൈകി പോയിട്ട് വന്ന് ഇപ്പൊ ഞങ്ങള് വേഗം ചായ കുടിക്കട്ടിട്ട് ഒന്ന് കുറച്ച് നേരം വൈകിയ കാരണം വിശക്കുന്നുണ്ട്. ഇനി യാമിക്കുട്ടിയുടെ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓളെ റൊട്ടീനാണ്. ഞങ്ങൾ വേഗം ചായ കുടിച്ചിട്ട് ഇനി ഓളുടെ നീക്കലിനും ഉറങ്ങലിനും ഇതിനും അനുസരിച്ചിട്ടാണ് ഇനി ഞങ്ങളെ ഇവിടുന്ന് അങ്ങോട്ടുള്ള റൊട്ടീൻ. രാവിലെ മുതൽ ഇതുവരെയുള്ള സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള എന്റെ റൊട്ടീൻ അല്ലേ. അപ്പൊ ഞങ്ങൾ വേഗം പുട്ടും ചായ കുടിക്കട്ടെ കേട്ടോ. യാമിക്കുട്ടിക്ക് പല്ല് വന്നപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലട വെക്ക്, പല്ലട ചടങ്ങ് ഉണ്ടാക്കണില്ലേ എന്നൊക്കെ കേട്ടോ. അപ്പൊ പല്ലട ചടങ്ങ് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് അതിനുള്ള ഓരോരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത നല്ല നല്ല വിശേഷങ്ങൾ അന്ന് പട്ടാമ്പി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാ കുട്ടികൾക്കും അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഇന്നത്തെ വീട്ടിൽ ഷെഫ് കുട്ടനെ കാണിച്ചില്ലല്ലേ? ഷെഫ് കുട്ടനെ യാമിക്കുട്ടി ഒപ്പാട്ടോ കിടന്നിരുന്നത്. അവൻ ഇന്നലെ കോഴിക്കോടൊക്കെ പോയി വന്ന് ക്ഷീണത്തിൽ കിടക്കുവാണ്. ഞങ്ങൾ ചാടിക്കട്ടെ കേട്ടോ.